ആ സമയം മുറ്റത്തേക്ക് വന്ന കാറിൽ നിന്നും ആദിയും വല്യപ്പച്ചിയും ഇറങ്ങി. അവളുടെ കൈ പ്ലാസ്റ്റർ ഇട്ടിരുന്നു. അവളെ കണ്ടതും ഷബാനയുടെ കൈ കുടഞ്ഞെറിഞ്ഞ് അബി അവളുടെ അടുത്തേക്ക് പോയി അവളെ ചുറ്റിപ്പിടിച്ചു നിന്നു. ആദിയൊന്ന് ഞെട്ടിക്കൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു. എന്താ അബി, എന്തു പറ്റി? ഞാൻ പോണില്ല, എന്നെ തല്ലും, ഞാൻ പോവൂല. അബി പറയുന്നത് കേട്ട് ഷബാന വേഗം വന്ന് ആദിയിൽ നിന്നവനെ പിടിച്ചു പറിച്ചു. വാടാ ഇവിടെ. അവിടേക്ക് വരാതെ നീ എന്ത് ചെയ്യാനാ? അവൻ്റെ കൈ പിടിച്ച് വലിച്ച് അവൾ മുന്നോട്ട് നടന്നു. അവൻ അവളുടെ പിടി വിടിയിപ്പിക്കാൻ കിടന്ന് കുതിർന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൾക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. പിറകിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് അബിയുടെ മറുകൈയിൽ പിടിച്ചിരിക്കുന്ന ആദിയെയാണ്. ദേഷ്യം കൊണ്ട് അവളുടെ കണ്ണുകൾ ചുവക്കുകയും കവിളുകൾ വിറക്കുകയും ചെയ്തിരുന്നു. അവൾ അവനെ ഒരു കൈ കൊണ്ട് ആഞ്ഞ് അവളുടെ അടുത്തേക്ക് വലിച്ചു. കുഞ്ഞാണെങ്കിലും അവളുടെ മുഖത്തെ ദേഷ്യം ഷബാനയുടെ കൈകളുടെ മുറുക്കം കുറച്ചിരുന്നു. അവൻ ഇവിടെ നിന്ന് എങ്ങോട്ടും വരുന്നില്ല. അതും പറഞ്ഞ് അവൾ അവനെയും കൂട്ടി അകത്തേക്ക് കയറിപ്പോയി. ഇനി ഒരിക്കൽ കൂടി അവനെ ആരും വേദനിപ്പിക്കാൻ സമ്മതിക്കില്ലെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു. അവളുമായി അകത്തേക്ക് പോയതും അതുവരെ സ്തംഭിച്ചു നിന്ന ഷബാന ബോധത്തിലേക്ക് വന്നു. അവിടെ നിന്ന് തർക്കിക്കാൻ തുടങ്ങി. അവൾക്ക് അവനെയും കൊണ്ട് അവിടെ നിന്ന് പോയാൽ മതിയായിരുന്നു. ഇവിടെയുള്ളവരോട് അവൻ വായ തുറന്നാലുള്ള ഭവിഷ്യത്തുകളെ നേരിടാൻ അവൾ തയ്യാറായിരുന്നില്ല. ഒരു വേള തൻ്റെ ജീവിതം നഷ്ടപ്പെടുമോ എന്ന ഭയം അവളെ കീഴ്പ്പെടുത്തി. പക്ഷേ ആദിയുടെ വാശി അതറിയാവുന്നവരായിരുന്നു അവിടെയുള്ളവരെല്ലാവരും. സാധാരണ കുട്ടികളെ പോലെ എപ്പോഴും വാശി പിടിക്കുന്ന കുട്ടിയല്ല അവൾ. വളരെ വിരളമായി മാത്രം. പക്ഷേ ആ സമയത്ത് എന്ത് ചെയ്തും അവളത് നേടിയെടുക്കുക തന്നെ ചെയ്യും. എതിരെ നിൽക്കുന്നത് ആരായാലും അവൾക്ക് പ്രശ്നമില്ല. ഇപ്പോൾ അബിയുടെ കാര്യത്തിലും അവളുടെ കണ്ണിൽ അവരെല്ലാം കണ്ടത് ആ വാശിയായിരുന്നു. ഷബാന എത്ര വായിട്ടലച്ചാലും ആദിയെ അവന് വിടില്ലെന്ന് അവർക്കുറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഷാ അവളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ അമ്പിനും വില്ലിനും അടുത്തില്ല. പിന്നെ ഷാ ഹംദിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അവനാകെ പേടിച്ചിട്ടുണ്ടെന്നും ഹംദ് വരുന്നത് വരെ അവൻ ഇവിടെ നിന്നോട്ടെ എന്നും അയാൾ സമ്മതിപ്പിച്ചെടുത്തു. അത് കേട്ട് ഷബാന അവിടെ നിന്നും നിരാശയായി മടങ്ങി. റൂമിൽ ചെന്ന് അബിയെ ബെഡിലേക്കിരുത്തി ആദി അവന് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. എന്തിനാ പേടിക്കുന്നത്? നിന്നെ ആരും ഇവിടെ നിന്നും കൊണ്ടുപോവില്ലാട്ടോ. അവൾ ഒരു കൈ കൊണ്ട് അവൻ്റെ കവളിൽ ചേർത്ത് പിടിച്ചിരുന്നു. പെട്ടെന്ന് ഷായും അവർക്കിടയിലേക്ക് വന്നു അബിയെ കെട്ടിപ്പിടിച്ചു. ഡാ, നിന്റെ ഉപ്പ വരുന്നത് വരെ ഇവിടെ ആയിരിക്കും, നമുക്ക് അടിച്ചു പൊളിക്കാടാ. അത് കേട്ടതും അബിയുടെ കൈ ആദിയുടെ കയ്യിൽ മുറുക്കി. ഉപ്പ വന്ന് എന്നെ തിരികെ കൊണ്ടുപോ. നിറ കണ്ണുകളോടെ അവൻ അവളോട് ചോദിച്ചു. അതെന്താ, മോൻ അങ്ങോട്ട് പോകുന്നത് ഇഷ്ടമല്ലേ? ആദി അവനോട് എന്തെങ്കിലും പറയും മുന്നേ അങ്ങോട്ട് വന്ന ഹക്കീമാണ് അവനോടത് ചോദിച്ചത്. അവൻ ഇല്ലെന്ന് തലയാട്ടി. അതെന്താ മോൻ ഇഷ്ടമല്ലാത്തത്? എനിക്ക് പേടിയാ അയാളെ. എന്നെ വീണ്ടും എന്തെങ്കിലും ചെയ്യും. അയാളിനി വരില്ലല്ലോ, പോലീസ് വന്ന് കൊണ്ടുപോയില്ലേ? പിന്നെ മോൻ്റെ ഉപ്പയില്ലേ അവിടെ? അവരും തല്ലും എന്നെ. ആര്? ഉമ്മ. അല്ല, എൻ്റെ ഉമ്മയല്ല എന്ന് പറഞ്ഞവർ. എൻ്റെ ഉമ്മ മരിച്ചു പോയത്രേ. ഷബാന നിന്നെ തല്ലാറുണ്ടോ? അവൻ ഉണ്ടെന്ന് തലയാട്ടി. തല്ലും, റൂമിൽ പൂട്ടിയിടും. എനിക്ക് പേടിയാ. ഉപ്പയോട് പറയില്ലേ? ഉപ്പ എന്നോട് മിണ്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞാൽ ഭക്ഷണം തരില്ലെന്ന് പറഞ്ഞു അവർ. ഭക്ഷണം തരാതിരുന്നിട്ടുണ്ടോ അവർ? ഒരു തവണ ഉപ്പയില്ലാത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും ഒരു ഗ്ലാസ് വീണ് പൊട്ടി. അതിന് റൂമിൽ പൂട്ടിയിട്ടു. അന്ന് മുഴുവൻ കഴിക്കാനൊന്നും തന്നില്ല. പിന്നെ ഹാഷി സംസാരിക്കാൻ വന്നപ്പോൾ അന്നും. അത് കഴിഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ ഇതൊന്നും ആരോടും പറയാതിരിക്കാൻ വേണ്ടി അപ്പോഴും. ഉപ്പായ്ക്ക് അറിയില്ലേ ഇതൊന്നും? അവൻ ഇല്ലെന്ന് തലയാട്ടി. ഹക്കീം എഴുന്നേറ്റ് അവൻ്റെ ഷർട്ട് അഴിച്ചു. ആ കുഞ്ഞു ശരീരത്തിൽ അവിടെ ഇവിടെയായി അടികൊണ്ട പാടുകളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഡ്രസ്സിട്ടാൽ മറയുന്ന ഭാഗങ്ങളിലായിരുന്നു. അവനോടൊന്ന് കിടക്കാൻ പറഞ്ഞ് ഹക്കീം അവിടെ നിന്നും പുറത്തേക്ക് വന്നു. അവിടെ ഇതെല്ലാം കേട്ടുകൊണ്ട് ആ കുടുംബം മുഴുവനും ഉണ്ടായിരുന്നു. ആദ്യം അവരുടെ കൂടെ പോകാനൊരുങ്ങിയതും അബി അവളെ പിടിച്ചു നിർത്തി. അവൻ്റെ ദയനീയമായ കണ്ണുകൾ കണ്ട് അവൻ കിടക്കുന്ന അടുത്ത് ഇരുന്നു. അപ്പുറത്ത് ഹാഷിയും വന്ന് അവനെ കെട്ടിപ്പിടിച്ചു കിടന്നു. അവർ രണ്ടുപേരും ഉറങ്ങുന്നത് വരെ അവൾ അവിടെ ഇരുന്നു. അബിയുടെ മുറിപ്പാടുകൾ കാണുമ്പോഴെല്ലാം വല്ലാത്തൊരു ദേഷ്യം അവളുടെ ഉള്ളിൽ നിറയുന്നുണ്ടായിരുന്നു. എന്തൊരു ദുഷ്ടയാണവൾ! ഒരു പിഞ്ചു കുഞ്ഞിനെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യോ? സബീന വിഷമത്തോടെ പറയുന്നുണ്ടായിരുന്നു. അവളെയൊക്കെ പിടിച്ച് ലോക്കപ്പിലിടണം. ഹക്കീം രോക്ഷം കൊണ്ടു. ഈ വിവരങ്ങളൊക്കെ ഹംദിനോട് പറയണ്ടേ കുഞ്ഞാ? നേരിട്ട് പറയാം വാപ്പച്ചി, അവൻ ഇങ്ങോട്ട് വരട്ടെ. മോളെ സബി, ആ കുഞ്ഞിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് അനുഭവിച്ചിരിക്കണം അത്. ഇവിടെ അതിന് ഒരു കുറവും ഉണ്ടാവരുത്. ഞാൻ നോക്കിക്കോളാം വാപ്പച്ചി. ഇനി മുതൽ അവൻ എൻ്റെ മോനെപ്പോലെ ആയിരിക്കും. മനസ്സിൽ എല്ലാവരോടും സ്നേഹം മാത്രമുള്ള ആ ഉമ്മ പറഞ്ഞു. വീട്ടിൽ ചെന്ന് വെരുകിനെ പോലെ റൂമിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഷബാന. എന്തു ചെയ്യണമെന്ന് അവൾക്കൊരു ഊഹവും ഉണ്ടായിരുന്നില്ല. ഹംദിനെ നഷ്ടപ്പെടുന്നത് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അവൻ എല്ലാം അറിഞ്ഞാൽ അവൻ്റെ കാലു പിടിച്ചാണെങ്കിലും എല്ലാം ശരിയാക്കണം അവൾ തീരുമാനിച്ചു. എന്നിട്ട് തൻ്റെ ജ്യേഷ്ഠൻ തിരിച്ചു വരുമ്പോൾ അബിയുടെ കാര്യത്തിലും തീരുമാനമാക്കണം. തനിക്കും തൻ്റെ കുഞ്ഞിനും ഒരു ഭീഷണിയായി അവൻ ഉണ്ടാവരുത് എന്നവൾ ഉറപ്പിച്ചു. രാത്രി വല്യപ്പച്ചിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു ആദി. എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് കിടക്കാനൊരുങ്ങുകയാണ്. അവളുടെ മനസ്സിൽ അപ്പോഴും
ഭക്ഷണം സ്വാദോടെ ആർത്തിയോടെ കഴിക്കുന്ന അബിയുടെ മുഖമായിരുന്നു. ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് എത്രയോ തവണ ആഹാരം ഉപേക്ഷിച്ചിട്ടുള്ളത് അവൾ ഓർത്തു. എന്താ എൻ്റെ കുട്ടിക്ക് ഇത്ര ചിന്ത? ഇങ്ങനെയുമുള്ള കുട്ടികളുണ്ട് അല്ലേ വാപ്പച്ചി? നമുക്കിടയിലൊക്കെ ഉണ്ടാവും, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അതുമാത്രമല്ല, അവനെ ഉപദ്രവിച്ചില്ലേ, അയാളെ പോലെയുള്ള ആളുകളും ഉണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കണം. വല്യപ്പച്ചി, എനിക്കും കളരി പഠിപ്പിച്ചു തരുമോ? അത് കേട്ടതും വല്യപ്പച്ചിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. എന്തേ ഇപ്പോൾ ഇങ്ങനെ തോന്നാൻ? നീ അതൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞിരുന്നത്? ഇന്ന് അയാൾ എന്നെ കൊല്ലാൻ നോക്കിയപ്പോൾ വല്യപ്പച്ചി വന്നതുകൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത്. അങ്ങനെ ആരും വരാതിരുന്നേൽ ഞാൻ എന്ത് ചെയ്യും? എപ്പോഴും ഒരാളെ പ്രതീക്ഷിച്ചിരിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ സ്വയം എന്നെ നോക്കാൻ തയ്യാറാവണ്ടേ? നല്ല തീരുമാനമാണ്. നല്ലൊരു ദിവസം നോക്കി നമുക്ക് പഠിക്കാൻ തുടങ്ങാം. അബിയെയും ഹാഷിയെയും കൂട്ടാം. അവരങ്ങോട്ട് വരില്ലല്ലോ കുട്ടിയെ? വേണ്ട, വെക്കേഷൻ ആവാറായില്ലേ. ഈ വെക്കേഷൻ നമുക്ക് ഇവിടെ നിൽക്കാം. അപ്പോൾ അവരെയും പഠിപ്പിക്കാം. 2 മാസം കൊണ്ടൊന്നും ഇത് തീരില്ല. അത് സാരല്ല, ബാക്കി വാപ്പച്ചി പഠിപ്പിച്ചോളും. പ്ലീസ് വല്യപ്പച്ചി. അവൾ ചിണുങ്ങുന്നത് കേട്ടുകൊണ്ടാണ് ഷാ അങ്ങോട്ട് വന്നത്. എന്താ ഇവിടെ രണ്ടാളും കൂടി? കാസിം ഇവള് പറഞ്ഞത് അവനോട് പറഞ്ഞു. അതൊക്കെ നമുക്ക് ചെയ്യാം, പക്ഷേ അതിനു മുൻപ് അവനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അവനെ കൂടുതൽ ദിവസം നമുക്കിവിടെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല. അതിനായി മോള് വാശി പിടിച്ചിട്ട് കാര്യമില്ല. നമുക്കതിനുള്ള അധികാരമില്ല. അങ്ങനെ അവൻ തിരിച്ചു പോകുമ്പോൾ ഒരു വേള ഇനിയും അവനതൊക്കെ നേരിടേണ്ടി വരും. അതിനെ തടയാൻ അവന് കഴിയണം. നമ്മളെല്ലാം അവൻ്റെ കൂടെയുണ്ടെന്ന് അവന് തോന്നണം. മറ്റുള്ളവർ കാര്യമില്ലാതെ അവനെ വേദനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മിണ്ടാതിരിക്കാതെ ആരോടെങ്കിലും അവന് പറയാൻ കഴിയണം. അതൊക്കെ മോള് വിചാരിച്ചാലേ നടക്കൂ. ഇപ്പോൾ മോളെ മാത്രമേ അവന് വിശ്വാസമുള്ളൂ. ഹംദിനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ വെക്കേഷൻ മുഴുവൻ അവനെ ഇവിടെ നിർത്താം. അതിനുള്ളിൽ മോൾ അവനെ മാറ്റിയെടുത്താൽ മതി. അവരോട് ശരിയെന്ന് തലയാട്ടി അവൾ അവിടെ നിന്നും അവളുടെയും ഹാഷിയുടെയും റൂമിലേക്ക് പോയി. റൂമിൽ ചെന്നപ്പോൾ കണ്ടത് അബിയെയും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഹാഷിയെയാണ്. അവൾ ആ കട്ടിലിൽ ചെന്ന് കിടന്നു. അവൾ കിടന്നതും അബി അവളുടെ നേരെ തിരിഞ്ഞു കിടന്നു. നീ ഉറങ്ങിയില്ലേ? എന്നും ഇതുപോലെ എൻ്റെ കൂടെ ഉണ്ടാകുമോ? ആദി അവനെ ഒന്ന് നോക്കി. അവളുടെ മനസ്സിലൂടെ വാപ്പി പറഞ്ഞ കാര്യങ്ങൾ ഓടിക്കൊണ്ടിരുന്നു. എന്നും ഉണ്ടാകും. ഞാൻ മാത്രമല്ല, ഇവിടെയുള്ളവർ എല്ലാവരും ഉണ്ടാകും. ഇനി നീ നിന്റെ വീട്ടിലേക്ക് പോയാലും ആരും നിന്നെ വേദനിപ്പിക്കാൻ നീ സമ്മതിക്കരുത്. നിനക്ക് കഴിയും പോലെ ചെറുത്ത് നിൽക്കണം. നിന്റെ ഉപ്പയോട് പറയാൻ ധൈര്യം കാണിക്കണം. നീ ആരോടും ഒന്നും പറയില്ലെന്നതാണ് നിന്നെ ഉപദ്രവിക്കുന്നവരുടെ ധൈര്യം. അതില്ലാതെയാക്കണം. അപ്പോൾ ആരും നിന്നെ ഒന്നും ചെയ്യില്ല. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? അതിനവൻ അവളെ കെട്ടിപ്പിടിച്ച് കിടന്നു. പിന്നീടുള്ള 2 ദിവസം വളരെ സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോയത്. എല്ലാവരും കൂടി അബിയെ സ്നേഹത്തോടെ കൊണ്ടു നടന്നു. അന്നാണ് ഹംദ് തിരികെ വന്നതും അയാൾ നേരെ ഷായെ കാണാൻ ചെന്നു. ഷാ അപ്പോൾ വീട്ടിലുണ്ടായിരുന്നു. കൂടെ ഹക്കീമും അവരുടെ വാപ്പച്ചിയും. അവരെല്ലാവരും കൂടി ഹംദിനെ കാര്യങ്ങൾ ധരിപ്പിച്ചു. ഹംദ് അതെല്ലാം വിശ്വസിക്കാൻ കഴിയാതെ നിന്നു. ഒരു വീട്ടിൽ കഴിഞ്ഞിട്ടും തൻ്റെ മകന് അനുഭവിക്കുന്നതൊന്നും അറിയാതെ പോയതിൽ അയാൾക്ക് ലജ്ജ തോന്നി. അവൻ്റെ എല്ലാ കാര്യങ്ങളിലും മറ്റൊരാളെ ആശ്രയിച്ചതാണ് തനിക്ക് പറ്റിയ തെറ്റെന്ന് അവന് മനസ്സിലായി. ഇത്രയും അനുഭവിച്ചിട്ടും തന്നോടൊന്നും പറയാഞ്ഞത് അവന് താൻ ആരുമല്ലാത്തത് കൊണ്ടാണ്. ഷബാനയെ തെറ്റ് പറയാൻ തനിക്ക് അർഹതയില്ല. ഇവിടെ തെറ്റ് മുഴുവൻ തൻ്റെ ഭാഗത്താണ്. അവനോടുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടിയത് താനാണ്. അയാളുടെ മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങി. ഇനി തൻ്റെ മകന് ഇങ്ങനെയൊരു അവസ്ഥ വരരുത് എന്നയാൾ കരുതി. അയാൾ അവനെ തിരികെ കൊണ്ടുപോവാനൊരുങ്ങി. പക്ഷേ അവനെ ഇപ്പോൾ കൊണ്ടുപോകേണ്ട എന്നും ഈ 2 മാസം ഇവിടെ നിന്ന് അവൻ്റെ മനസ്സൊക്കെ ഒന്ന് ശരിയാവട്ടെ എന്നും ഷാ ഹംദിനോട് പറഞ്ഞു. ഇടയ്ക്ക് അവനെ വന്ന് കണ്ട് പരസ്പരമുള്ള ഈ അകൽച്ച ഒഴിവാക്കണമെന്നും ഷാ ഹംദിനെ ഉപദേശിച്ചു. അവിടെ നിന്നും ഹംദ് നേരെ ഷബാനയുടെ അടുത്തേക്ക് പോയി. ഇത്രയും നാൾ കബളിപ്പിക്കുകയായിരുന്നു എന്ന ദേഷ്യം അയാളിൽ നിറഞ്ഞു നിന്നിരുന്നു. അയാൾ അവളോട് ദേഷ്യപ്പെട്ടു. ഇത്രയും കാലം ഉണ്ടായിരുന്ന സ്നേഹം ഇനി തന്നിൽ നിന്നും പ്രതീക്ഷിക്കരുത് എന്നും തൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്നത് കൊണ്ട് മാത്രം ഇവിടെ കഴിയണമെന്നും പറഞ്ഞു. പക്ഷേ പൂർണ്ണ ഗർഭിണിയായിരുന്ന അവളെ അയാൾ ഉപദ്രവിച്ചില്ല. ഷബാന അയാളോട് ഒരുപാട് കെഞ്ചിയെങ്കിലും അതൊന്നും അയാൾ കേട്ടില്ല. ഇനി ഒരിക്കലും തൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞതിന് അതിനുള്ള അവസരം നിനക്ക് തരില്ലെന്നായിരുന്നു അയാളുടെ മറുപടി. അതും പറഞ്ഞ് അയാൾ അകത്തേക്ക് പോയതും തൻ്റെ ജീവിതം നശിപ്പിച്ച അബിയോടും ആദിയോടും അവൾക്ക് വല്ലാത്ത പക തോന്നി. ആ 2 മാസം കൊണ്ടും അവരുടെയെല്ലാം സ്നേഹം കൊണ്ടും അബിയുടെ ഭയമെല്ലാം മാറ്റിയെടുത്തു. അവൻ ആ വീട്ടിലെ കുട്ടിയായി മാറി. എല്ലാവരോടും സംസാരിക്കുമെങ്കിലും ആദിയോടുള്ള അടുപ്പം ആരോടും ഉണ്ടായിരുന്നില്ല. അവൾക്ക് വേണ്ടി എന്തു ചെയ്യാനും അവൻ വളരെ സന്തോഷമായിരുന്നു. അതിനിടയ്ക്ക് ഷബാന ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ആശുപത്രിയിൽ നിന്ന് അവരുടെ വീട്ടിലേക്കാണ് അവർ പോയത്. ഹംദിന് അവളോടുള്ള സമീപനത്തിൽ യാതൊരു മാറ്റവും വന്നിരുന്നില്ല. ഇടയ്ക്ക് ഹംദ്
അബിയെ കാണാൻ വന്നിരുന്നുവെങ്കിലും പ്രത്യേകിച്ച് അടുപ്പമൊന്നും അബിയിൽ നിന്ന് ഉണ്ടായില്ല. തൻ്റെ മകനിൽ നിന്നും ഒരുപാട് അകലെയാണെന്ന് മനസ്സിലാക്കിയെങ്കിലും അയാൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഫലമായി വെക്കേഷൻ കഴിഞ്ഞ് അവൻ അവൻ്റെ വീട്ടിലേക്ക് തിരികെ പോയി. എങ്കിലും പകൽ മുഴുവൻ അവൻ ചിറക്കൽ തന്നെ ആയിരിക്കും. വൈകാതെ ശബാനയുടെ കുഞ്ഞും തിരികെ വന്നു. പക്ഷേ പഴയ പോലെ അബിയെ പേടിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. തിരികെ ആദിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു മുറിപ്പാടെങ്കിലും അവൻ്റെ ദേഹത്തുണ്ടായാൽ ഒരിക്കലും അവനോട് മിണ്ടില്ലെന്ന് അവൾ പറഞ്ഞിരുന്നു. ആദിയുടെ പിണക്കം താങ്ങാൻ കഴിയാത്തതിനാൽ ചെറുത്തു നിൽക്കാൻ അവൻ നിർബന്ധിതനായി. അവനെ വരുതിയിൽ കൊണ്ടുവരാൻ സാധിക്കാത്തത് ശബാനയ്ക്ക് ഭ്രാന്ത് പിടിപ്പിച്ചു. അവൾ എന്ന ഒരാൾ അവിടെ ഇല്ലാത്തതുപോലെയാണ് അബിയും ഹംദും പെരുമാറിയത്. എങ്കിലും കുഞ്ഞിനെ അവർ സ്നേഹിച്ചിരുന്നു. വളരും തോറും അബിയുടെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റം ഉണ്ടായിക്കൊണ്ടിരുന്നു. അതിൽ ആദിയുടെ പങ്ക് വളരെ വലുതായിരുന്നു. ആദി വീട്ടിലേക്ക് വരുന്ന ദിവസങ്ങളിൽ അബി ചിറക്കൽ തന്നെ താമസിച്ചു. സബീനയെ ഉമ്മയെപ്പോലെ സ്നേഹിച്ചു. എങ്കിലും അവൻ്റെ കൂട്ടുകാർ ഹാഷിയും ആദിയും മാത്രമായിരുന്നു. അവിടേക്ക് മറ്റാർക്കും എത്താൻ സാധിച്ചിരുന്നില്ല. ഹാഷിയോടുണ്ടായിരുന്നത് സൗഹൃദം കലർന്ന സ്നേഹമായിരുന്നുവെങ്കിൽ ആദിയോടുണ്ടായിരുന്നത് തൻ്റേതെന്ന് തോന്നുന്ന സ്നേഹമായിരുന്നു. അവളുടെ സ്നേഹവും കരുതലും നഷ്ടപ്പെടുന്നത് അവന് ചിന്തിക്കാനേ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ആദിയുടെ 13-ാം വയസ്സിലുണ്ടായ ഒരു കാര്യമാണ് ആദിയെ തനിക്ക് വേണമെന്ന ചിന്ത ആദ്യമായി അബിയുടെ മനസ്സിലേക്ക് വന്നത്. എല്ലാം നന്നായി പോയിക്കൊണ്ടിരുന്നു. ആദി തറവാട്ടിലായിരുന്നുവെങ്കിലും ഒഴിവു ദിവസം വീട്ടിൽ വരുമ്പോൾ അവർ 3 പേരും കൂടി അത് ആഘോഷമാക്കി. അബിയുടെ ലോകം ഹാഷിയും ആദിയും മാത്രമായിരുന്നു. ഇടയ്ക്ക് വീട്ടിൽ വരുന്ന ഹയാനും സിയാനും ഒമറുമെല്ലാം അബിയോട് കൂട്ടുകൂടാൻ ശ്രമിച്ചെങ്കിലും ഒരു പുഞ്ചിരിയിൽ കൂടുതൽ അവനിൽ നിന്നൊന്നും ലഭിച്ചിരുന്നില്ല. എങ്കിലും ഹംദിൻ്റെ കുറേ കാലമായുള്ള പരിശ്രമത്തിൻ്റെ ഫലമായി അയാൾ ചോദിക്കുന്നതിനുള്ള മറുപടി മാത്രം അവൻ നൽകി തുടങ്ങി. എങ്കിലും എപ്പോഴും അവൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അയാളുമായി പങ്കുവച്ചിരുന്നില്ല. എന്നാൽ പറയാതെ തന്നെ അവൻ്റെ ആഗ്രഹങ്ങൾ ആദിക്ക് മനസ്സിലാവുമായിരുന്നു. വാപ്പിയോട് പറഞ്ഞ് അവളത് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് കണ്ട് പലപ്പോഴും എല്ലാവരും അത്ഭുതപ്പെടും. അബിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങും. അങ്ങനെയിരിക്കെയാണ് ആദി അവളുടെ 13-ാം വയസ്സിൽ ഋതുമതിയായത്. അതോടെ തറവാട്ടിൽ നിന്നും അവളുടെ ഉമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ആദിയെ പരിചരിക്കാൻ സെബീനയുടെ ഉമ്മയും ആയിഷയും വന്നു നിന്നു. സെബീന ഒരു പാവമായിരുന്നെങ്കിലും ആദിയുടെ ഉമ്മമ്മ അങ്ങനെയായിരുന്നില്ല. പെൺകുട്ടികൾ അടങ്ങിയൊതുങ്ങി ജീവിക്കണമെന്നും കൂടുതൽ പഠിക്കുകയോ ജോലി ചെയ്യുകയോ വേണ്ട എന്നായിരുന്നു അവരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് അവർ സെബീനയുടെ പഠനം 10-ാം ക്ലാസ്സിൽ വെച്ച് നിർത്തിച്ചത്. പഠിപ്പും ജോലിയും ആണുങ്ങൾക്ക് മതിയെന്നും പെണ്ണ് അടുക്കളപ്പണിയാണ് അറിയേണ്ടതും എന്നും ആണ് അവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ സെബീനയുടെ അനിയൻ സുബൈറിന് നന്നായി പഠിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഒരു ഫംഗ്ഷനിൽ സെബീനയെ കണ്ട് ഇഷ്ടപ്പെട്ടു ഷാ അവളെ കല്യാണം കഴിക്കുകയായിരുന്നു. കല്യാണശേഷം ഷാ അവളെ പഠിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ താല്പര്യമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു. അതുപോലെ ആയിഷുമ്മാക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത മറ്റൊന്ന് അബിയായിരുന്നു. വേറൊരു വീട്ടിലെ കുട്ടിയായിട്ടും അവൻ ഇവിടെയുള്ള സ്വാതന്ത്ര്യമൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അതിലുപരി അവൻ ആദിയെ ചുറ്റിപ്പറ്റി നടക്കുന്നതും. ഹാഷി വന്ന് പറയുമ്പോഴാണ് ആദിക്ക് വയ്യ എന്നുള്ളത് അബി അറിയുന്നത്. എന്തോ അസുഖം ഉണ്ടായി ദീതുവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നാണ് അവൻ പറഞ്ഞത്. അത് കേട്ടതും ഹാഷിയോടൊപ്പം അവൻ ചിറക്കിലേക്ക് ഓടി. പക്ഷേ അവളെ കാണാൻ അബിയെ ഉമ്മുമ്മ സമ്മതിച്ചില്ല. അവർ അവനെ ചീത്ത പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് അയച്ചു. വയറുവേദനയായി കിടക്കുന്നതിനാൽ ഈ കാര്യങ്ങളൊന്നും ആദി അറിഞ്ഞില്ല. അവളുടെ ഉമ്മി അവരെ തടയാൻ ശ്രമിച്ചെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. പെൺകുട്ടികളെക്കുറിച്ച് അടക്കത്തിലും ഒതുക്കത്തിലും വളർത്തണം. അതെങ്ങനെ? കണ്ണിക്കണ്ട ചെക്കന്മാരുടെ ഒപ്പം കളിക്കാൻ വിടും. എല്ലാത്തിനും കൂട്ടുനിൽക്കാൻ കുടുംബക്കാരും. പെണ്ണിനെ കുറച്ച് ദിവസം എൻ്റെ അടുത്ത് നിർത്തിത്താ, ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം അവൾക്ക്. ഉമ്മ, അവരൊക്കെ കുട്ടികളല്ലേ, അവരെക്കുറിച്ചാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? കുട്ടിയോ? അവളിനി കുട്ടിയല്ല. ഇപ്പോഴേ ശ്രദ്ധിച്ചാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ വലുതാകുമ്പോൾ ചീത്തപ്പേരുണ്ടാക്കും. പിന്നെ ആ ചെക്കനില്ലേ, അവനുമായി അവൾക്കുള്ള അടുപ്പമൊക്കെ ഇത്ര വരെ മതി. ഇനി അങ്ങോട്ട് അതും വേണ്ട. വേറെ വീട്ടിലെ ചെക്കനല്ലേ. അവനെ ആരും വേറെ വീട്ടിലെ കുട്ടിയായി കണ്ടിട്ടില്ല. മാത്രമല്ല അവന് ഹാഷിയുടെ പ്രായമല്ലേ ഉള്ളൂ. അവനും പ്രായം കൂടി വരും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ നിനക്ക് നന്ന്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അപ്പം നോക്കാം, സെബീന പറഞ്ഞു. അവർ മകൾ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ചവിട്ടിക്കുലുക്കി അവിടുന്ന് പോയി. അവരെ വിളിച്ചു വരുത്തിയത് സെബീനയ്ക്ക് ഖേദം തോന്നി. വേണ്ടിയിരുന്നില്ല. ഇനി ഷായ്ക്കും വാപ്പച്ചിക്കും വരുമ്പോൾ അവർ ഉമ്മ പറയുന്നത് ചുമ്മാ കേട്ടുകൊണ്ടിരിക്കില്ല. അവരുടെയൊക്കെ ജീവനാണ് ആദി. ഉമ്മി. ഹാഷിയുടെ വിളി കേട്ടാണ് സെബീന ചിന്തയിൽ നിന്ന് ഉണർന്നത്. എന്താ ഹാഷി? ദിയുദിന് എന്താ പറ്റിയേ? അവൻ്റെ മുഖത്തെ വിഷമം കണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു. ദീതുവിന് ചെറിയൊരു വയറുവേദന. ഉമ്മുമ്മ അബിയെ കാണാൻ സമ്മതിച്ചില്ല. എനിക്കും കാണാൻ പറ്റില്ലേ? അതിനെന്താ, മോൻ പോയി കണ്ടോ. പക്ഷേ ദീതുവിനെ ബുദ്ധിമുട്ടിക്കരുത്, അവൾക്ക് വയ്യാത്തതല്ലേ. ഹംദ് വീട്ടിൽ ചെന്നതും അബിയെ അവിടെ എവിടെയും കണ്ടില്ല. അവൻ്റെ റൂമിലേക്ക് പോയി നോക്കിയപ്പോൾ ബെഡിൽ മുഖമമർത്തി കിടക്കുകയായിരുന്നു. ഹംദ് അവനടുത്ത് ചെന്ന് തട്ടി വിളിച്ചു. അവൻ മുഖമുയർത്തിയപ്പോൾ കണ്ടത് അവൻ്റെ കലങ്ങിയ കണ്ണുകളായിരുന്നു. എന്തു പറ്റി? അവൻ്റെ കവിളിൽ കൈവച്ച് അയാൾ ചോദിച്ചു. ആദിക്ക് വയറുവേദനയാണ്.
പക്ഷെ ഞാൻ പോയപ്പോൾ എന്നെ കാണാൻ സമ്മതിച്ചില്ല അവരുടെ ഉമ്മുമ്മ. ഇനി എൻ്റെ കൂടെ കളിക്കാനൊന്നും വരില്ലെന്ന് പറഞ്ഞു. അവൻ്റെ സ്വരത്തിൽ സങ്കടം മുറ്റി നിന്നിരുന്നു. അവൻ അയാളോട് ഒന്നുകൂടെ ചേർന്ന് കിടന്നു. ഹംദിന് ഒരുപാട് സന്തോഷമായി. ആദ്യമായാണ് തൻ്റെ മകൻ തന്നോടിങ്ങനെ അടുപ്പത്തിൽ സംസാരിക്കുന്നത്. അയാൾ നിറഞ്ഞ മനസ്സോടെ അവനെ ചേർത്ത് പിടിച്ചു. ആദിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഹംദിന് മനസ്സിലായി. വിഷമിക്കേണ്ട അബി, എല്ലാ പെൺകുട്ടികൾക്കും കുറച്ച് വലുതായാൽ ഇതുപോലെ വയറുവേദന വരും. അപ്പോൾ അവർ കളിക്കാനൊന്നും വരില്ല. വയ്യാത്തതുകൊണ്ടല്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ശരിയാവും. അപ്പോഴേക്കും അവളുടെ ഉമ്മുമ്മ തിരികെ പോവും. അത് കഴിഞ്ഞാൽ കാണാലോ അവളെ. ആദ്യം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം ഉപ്പാ. ഇവിടുന്ന് എങ്ങോട്ടും പറഞ്ഞയക്കണ്ട. അപ്പോൾ ആരും അവളെ കാണണ്ട എന്നൊന്നും പറയില്ലല്ലോ. എന്നും അവൾ നമ്മുടെ കൂടെ ഉണ്ടാവില്ലേ? അങ്ങനെ അവളെ കൊണ്ടുവരാനൊന്നും പറ്റില്ല. അവളുടെ വീട് അതല്ലേ. അതൊക്കെ വിട്ട് എങ്ങനെയാ വരാ? ഹംദ അവനെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു കൊണ്ടിരുന്നു. ബെഡിൽ കമിഴ്ന്നു കിടക്കുകയായിരുന്നു ആദി. ദീദു. വാതിൽക്കൽ നിന്ന് തലയിട്ട് നോക്കുന്ന ഹാഷിയെ കണ്ടവൾ നെറ്റി ചുളിച്ചു. നീ എന്താ അവിടെ നിന്ന് വിളിക്കുന്നത്? ഇങ്ങോട്ട് കയറി വാടാ. ബെഡിൽ എഴുന്നേറ്റിരുന്ന് അവൾ അവനെ അകത്തേക്ക് വിളിച്ചു. അവൻ ഉമ്മുമ്മ വരുന്നുണ്ടോ എന്ന് നാലുപാടും നോക്കി. ആദിയുടെ അടുത്ത് വന്നിരുന്നു. നിനക്കെന്താ ഒരു കള്ള ലക്ഷണം? എന്താ ഒളിപ്പിക്കാൻ പോകുന്നത്? ഞാൻ ഉമ്മുമ്മ വരുന്നുണ്ടോ എന്ന് നോക്കിയതാ. നിന്റെ വയറുവേദന മാറിയോ? ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. നീ എന്തിനാ ഉമ്മുമ്മ വരുന്നുണ്ടോ എന്ന് നോക്കിയത്? കുറച്ചു മുൻപ് അബി വന്നിരുന്നു ഇവിടെ. നിനക്ക് വയ്യ എന്നറിഞ്ഞപ്പോൾ ഓടി വന്നതാ. പക്ഷേ ഉമ്മുമ്മ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇനി നീ ഞങ്ങളുടെ കൂടെ കളിക്കില്ലെന്നും പറഞ്ഞു. നീ വലിയ കുട്ടിയായി എന്നൊക്കെ പറഞ്ഞു. വീണ്ടും അവൻ കാണണമെന്ന് പറഞ്ഞപ്പോൾ അവനെ ചീത്ത പറഞ്ഞു വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഒരുപാട് സങ്കടപ്പെട്ടിട്ട് അവൻ പോയത്. ഇനി ഞാൻ വരുന്നത് കൊണ്ട് എന്നെയും ചീത്ത പറഞ്ഞാലോ എന്ന് കരുതിയാ. എൻ്റെ അടുത്തേക്ക് വന്നാൽ ആരും നിങ്ങളെ ചീത്ത പറയില്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അപ്പോൾ ഞാൻ നോക്കിക്കോളാം. വേണ്ട, അവരോട് വഴക്കിനൊന്നും പോവണ്ട. അല്ലെങ്കിൽ അവർക്ക് നിന്നെ ഇഷ്ടമല്ല. അതിന് അവളൊന്ന് ചിരിച്ചു. എന്തായാലും അവൻ സങ്കടപ്പെട്ട് പോയതല്ലേ. നമുക്ക് അവനെ ഒന്ന് വിളിക്കാം. വാ, വന്ന് എൻ്റെ അടുത്ത് കിടക്ക്. ഇതേ സമയം അബിയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ്റെ ഉപ്പ. അപ്പോഴാണ് വീട്ടിലെ ഫോൺ റിങ് ചെയ്തത്. അബി അത് ശ്രദ്ധിച്ചില്ലെങ്കിലും ആദിയാണെന്നറിഞ്ഞപ്പോൾ അവൻ റൂമിൽ നിന്നും ഓടി വന്നു. അവൻ്റെ സന്തോഷം കണ്ട് അവൻ്റെ തലയിൽ തലോടി ഫോൺ അവന് കൊടുത്തുകൊണ്ട് ഹംദ അകത്തേക്ക് പോയി. ഫ്രഷായി തിരിച്ചു വരുമ്പോഴും അവളോട് സംസാരിക്കുന്ന അവനെയാണ് ഹംദ് കണ്ടത്. അവൻ്റെ വിഷമങ്ങളും പരിഭവങ്ങളും എല്ലാം അവൻ അവളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവൻ്റെ സന്തോഷം മുഴുവൻ ആ ഒരാളെ ചുറ്റിപ്പറ്റിയാണെന്ന് അയാൾക്ക് തോന്നി. പിറ്റേന്ന് കാണാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചവൻ്റെ മുഖത്ത് നേരത്തെ ഉണ്ടായിരുന്ന വിഷമങ്ങളെല്ലാം മാറി തെളിച്ചം വന്നിരുന്നു. എന്നും തൻ്റെ മകൻ്റെ മുഖം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് അയാൾ ആഗ്രഹിച്ചു. പിറ്റേന്ന് ശനിയാഴ്ച ആയതിനാൽ അവൻ രാവിലെ തന്നെ ചിറക്കിലേക്ക് പോയി. അവൻ ആദിയുടെ റൂമിലേക്ക് കയറാൻ നിന്നതും, ഡാ, നിന്നോടല്ലേ ഞാൻ ഇന്നലെ പറഞ്ഞത് അവളെ കാണാൻ പറ്റില്ല എന്ന്? ഞാൻ അവളെ കണ്ടിട്ട് വേഗം പോയിക്കോളാം. പറ്റില്ല, അവൾ വലിയ കുട്ടിയായിരിക്കുന്നു. ഇപ്പോൾ അവളെ നീ കാണാൻ പറ്റില്ല. അതെന്താ? ഹാഷി കാണുന്നുണ്ടല്ലോ. അവന് കാണാം. അതുപോലെയാണോ നീ? നീ അവളുടെ ആരുമല്ല. അവളുമായി യാതൊരു ബന്ധവുമില്ലാത്ത നീയൊന്നും ഈ സമയത്ത് അവളെ കാണാൻ പറ്റില്ല. എന്നോട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ വേഗം വീട്ടിൽ പോവാൻ നോക്ക്. അവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് സെബീന അങ്ങോട്ട് വന്നത്. ഭാഗ്യത്തിന് ഷായും കാസിങ്കോയുമെല്ലാം പുറത്തു പോയിരുന്നു. ഈ ഉമ്മാക്കിതെന്താ? നിങ്ങളോട് ഞാൻ ഇന്നലെ തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതല്ലേ. അവന് അവളില്ലാതെ പറ്റില്ലെന്ന്. അവനൊരു കുഞ്ഞല്ലേ ഉമ്മ. ഇത്ര ക്രൂരമായി സംസാരിക്കരുത്. ഏതോ ഒരു ചെക്കിന് വേണ്ടി നീ നിൻ്റെ ഉമ്മാടാണ് ഈ കയർത്ത് സംസാരിക്കുന്നത്. അതിന് മാത്രം എന്താ അവന് പ്രത്യേകത? എന്താ ഇവിടെ? അകത്ത് വാഷ്റൂമിലായിരുന്ന ആദി പുറത്തെ ബഹളം കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് വന്നത്. ആ അബി, നീ എപ്പോൾ വന്നു? വാ, നമുക്ക് ഹാഷിയുടെ അടുത്തേക്ക് പോകാം. ആൾ അവൻ്റെ കൈ പിടിച്ച് നടക്കാനൊരുങ്ങി. നിക്കടി അവിടെ. മര്യാദക്ക് റൂമിൽ പോയി അടങ്ങി ഒതുങ്ങിയിരുന്നോ? ഇല്ലെങ്കിൽ? അത് കേട്ടവൾ ഒന്ന് ഞെട്ടി. ആരും തന്നോടിങ്ങനെ കൂസലില്ലാതെ പറഞ്ഞിട്ടില്ല. ഉമ്മുമ്മ എന്നോട് വെറുതെ വായിട്ടലച്ചിട്ട് കാര്യമില്ല. ഞാൻ എനിക്ക് തോന്നുന്നതേ ചെയ്യൂ. പിന്നെ ഇവനോട് ഇവിടെ വരണ്ട എന്നെ കാണണ്ട എന്നും പറയാൻ നിൽക്കണ്ട. അതെനിക്കിഷ്ടമല്ല. അവൻ ഇനിയും വരും ഇവിടെ. ഉമ്മുമ്മക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഉമ്മുമ്മ വീട്ടിൽ പോയിക്കോ. കണ്ടോ നീ? അവൾ എന്നോട് പറയുന്നത്. എൻ്റെ മക്കൾ പോലും എന്നോട് ഇങ്ങനെ എതിർത്ത് സംസാരിച്ചിട്ടില്ല. എന്നിട്ട് അവൾ, നീ വളർത്തിയതിൻ്റെ കുഴപ്പമാണിതൊക്കെ. എൻ്റെ ഉമ്മ, അവൾക്ക് ദേഷ്യം വന്നാൽ ഇങ്ങനെയാണ്. അബിയെ പറഞ്ഞത് കൊണ്ടല്ലേ അവൾക്ക് സഹിക്കാൻ പറ്റാഞ്ഞത്. അവനെ പറഞ്ഞാൽ ഇവൾക്കെന്താ? ഇവളുടെ ആരുമല്ലല്ലോ ഈ ചെക്കൻ. ഉമ്മി പറഞ്ഞില്ലേ നിങ്ങളോട് ഞാനില്ലാതെ അവന് പറ്റില്ലാന്ന്? എന്താ നിങ്ങൾക്കത് മനസ്സിലാവാത്തത്? എനിക്കല്ല മനസ്സിലാവാത്തത്, നിങ്ങൾക്കൊക്കെയാണ്. ഇപ്പോൾ കുട്ടികളാവുമ്പോൾ ശരി, എല്ലാവരും വലുതായി വരുകയാണ്. 6-7 കൊല്ലം കഴിയുമ്പോൾ ഇവളെ കെട്ടിച്ചു വിടേണ്ടി വരും. അന്നും ഇവന് ഇവളില്ലാതെ പറ്റില്ലെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? ഇവനെ ഇവൾ കൊണ്ടുപോകുമോ? അതോ ഇവനെ കെട്ടിച്ചു കൊടുക്കുമോ? അതൊന്നും ഓർത്ത് ഉമ്മുമ്മ ടെൻഷൻ ആവണ്ട. അതൊക്കെ അപ്പോൾ നോക്കിക്കോളാം. മതി ബഹുമാനമില്ലാതെ സംസാരിച്ചത്. നീ അവനുമായി ഹാഷിയുടെ അടുത്തേക്ക് പോയിക്കോ. ആദി അബിയുമായി പോയതും സെബീന ഉമ്മയുടെ നേരെ തിരിഞ്ഞു.
അവർ കുട്ടികളാണ്. ഇപ്പോൾ ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ ചിന്തയിൽ ഒരിക്കൽ പോലും വന്നിട്ടുണ്ടാവില്ല. വെറുതെ അവരുടെ മനസ്സിലേക്ക് വേണ്ടാത്തത് കുത്തിനിറയ്ക്കാൻ ശ്രമിക്കരുത്. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇപ്പോഴേ ഇത് നിർത്തുകയാണെങ്കിൽ നിനക്ക് നല്ലത്. എല്ലാ വാശിക്കും കൂട്ടുനിൽക്കാൻ നിൽക്കണ്ട. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. എന്തായാലും ഉമ്മ ഇന്ന് തന്നെ തിരികെ പോയിക്കോളൂ. ഞാൻ ഡ്രൈവറോട് പറയാം. എനിക്ക് വയ്യ നിങ്ങളുടെ ഇടയിൽ നിന്ന് സംസാരിക്കാൻ. ഉമ്മ ആദ്യമേ പറയുന്നത് ഇവിടുത്തെ ആണുങ്ങൾ ആരെങ്കിലും കേട്ടാൽ അതൊരു തർക്കത്തിന് വഴിവെക്കും. അതുകൊണ്ട് ഉമ്മ പോയിക്കോളൂ. സബീന പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ഒന്ന് മുഖം ചുളിച്ചു നോക്കിക്കൊണ്ട് അവർ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോയി. താഴെ ഗാർഡനിൽ ആദിയോടും ഹാഷിയോടും കൂടി ഇരിക്കുകയായിരുന്നു അബി. അവൻ്റെ ചിന്ത മുഴുവൻ ഉമ്മമ്മ പറഞ്ഞതിലായിരുന്നു. തങ്ങൾ പറയുന്നതൊന്നും അബി ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും ആദി അവനെ തട്ടി വിളിച്ചു. എന്താടാ, എന്തുപറ്റി? ഉമ്മമ്മ പറഞ്ഞതുപോലെ വലുതായി കല്യാണം കഴിഞ്ഞാൽ നീ ഞങ്ങളുടെ അടുത്ത് നിന്നൊക്കെ പോവോ? എൻ്റെ അബി, ഞാനിപ്പോൾ കുട്ടിയല്ലേ. അതൊക്കെ ഞാൻ ഒരുപാട് വലുതായതിന് ശേഷമുള്ള കാര്യമല്ലേ. അതിനൊക്കെ ഇനിയും ഒരുപാട് കാലമുണ്ട്. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. പക്ഷേ മനസ്സ് ശരിയല്ലാത്തതിനാൽ അബി വീട്ടിലേക്ക് തിരികെ പോന്നു. അവിടെ ഹംദിൻ്റെ റൂമിൽ ഇരിക്കുകയായിരുന്നു. അവൻ അവിടേക്ക് ചെന്നു. എന്താ അബി, എന്താ വേണ്ടേ? കല്യാണം കഴിഞ്ഞാൽ ആദി എൻ്റെ അടുത്ത് നിന്ന് പോവോ? എന്ത്? ആരാ ഇതൊക്കെ നിന്നോട് പറഞ്ഞത്? പറ, അവൾ പോവോ? അതൊക്കെ ഒരുപാട് കാലം കഴിഞ്ഞുള്ള കാര്യമല്ലേ അബി. അപ്പോൾ അവൾ പോകും അല്ലേ? ഹംദ് അവനെയും കൊണ്ട് ബെഡിൽ വന്നിരുന്നു. കുറേ വലുതാകുമ്പോൾ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് വേറെ വീട്ടിലേക്ക് പറഞ്ഞയക്കും. പിന്നെ അതാണ് അവരുടെ വീട്. എന്നാലും അവർ ഇടയ്ക്കൊക്കെ വരും കേട്ടോ. എന്നാൽ ഞാൻ കല്യാണം കഴിച്ചാലോ? അപ്പോൾ അവൾ എന്നും എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? അവൻ്റെ ഭയം വാക്കുകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരുന്നു. നീ അവളേക്കാൾ കുഞ്ഞല്ലേ അബി. അപ്പോൾ ഇങ്ങനെയാ? അയാൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടെന്താ, പറ്റില്ലേ? ഉപ്പയുടെ ചിരി കണ്ട് അവന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും അവൻ്റെ കൂർപ്പിച്ച മുഖം കണ്ട് ഹംദ് പറയാനുള്ളത് പാതി വഴിയിൽ നിർത്തി. ശരി, നീ വലുതായി നന്നായി പഠിച്ച് നല്ല ജോലിയൊക്കെ ആയി ഒരുപാട് പണമൊക്കെ ആയിട്ട് അവളെ വിവാഹം കഴിക്കാം. ഓക്കെ? ഞാനെന്നാ ഇത് പോയി ആദിയോടും ഹാഷിയോടും പറയട്ടെ? ഏയ് നിക്ക്, അവരോടൊന്നും ഇപ്പം പറയണ്ട. അവൾക്ക് വിവാഹപ്രായമാവുമ്പോൾ അന്ന് നിനക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ പറയാം. അവൻ സന്തോഷത്തോടെ അവൻ്റെ റൂമിലേക്ക് പോയി. അവൻ പോകുന്നത് അയാൾ ഒരു ചിരിയോടെ നോക്കി നിന്നു. വലുതാകും തോറും അവൻ്റെ ചിന്തയ്ക്ക് മാറ്റം വന്നോളും എന്നയാൾ കരുതി. പക്ഷേ താൻ തമാശയായി തള്ളിക്കളഞ്ഞ കാര്യം എത്രത്തോളം സീരിയസ് ആണെന്ന് മനസ്സിലായത് ഫിറുവുമായി ആദിയുടെ വിവാഹം ഉറപ്പിച്ചതറിഞ്ഞപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ മുഴുവൻ തല്ലിപ്പൊട്ടിച്ച് ഭ്രാന്തനെ പോലെ അലറി വിളിച്ച് കരയുന്നവനെ കണ്ടാണ്.